നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് വലിയ പ്രതിസന്ധിയിലേക്കാണ് കാറ്ററിംഗ് മേഖലയെ തള്ളിവിടുന്നതെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. അനധികൃതമായി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനും വിലക്കയറ്റത്തിനുമെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ വെളിച്ചെണ്ണ, മറ്റ് എല്ലാ പലവ്യഞ്ജന സാധനങ്ങൾക്കും അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൈമ, മട്ട അരികൾക്ക് മാത്രം 50 രൂപ മുതൽ 70 രൂപ വരെയാണ് വില വർദ്ധിച്ചത്. മത്സ്യം, മാംസം, പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവയ്ക്കും വലിയ വിലക്കയറ്റമാണ് ഉണ്ടായത്. എല്ലാ നിയമങ്ങൾക്കും വിധേയമായി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംരംഭകർ പ്രവർത്തിക്കുമ്പോൾ ഇതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ ബിസിനസ് നടത്തുന്ന അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഈ മേഖലയ്ക്ക് വലിയ നാശം വരുത്തിവെക്കുകയാണെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇത്തരം അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളുടെ അവകാശം സംരക്ഷിക്കാനും അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാറ്ററിംഗ് മേഖലയെ സംരക്ഷിക്കാൻ ശക്തമായ സമരപരിപാടികൾക്ക് സംഘടന തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 1 ലക്ഷം രൂപ നമ്മൾ ഒരു ബഡ്ജറ്റ് ഒരു കല്യാണത്തിന് വെക്കുകയാണെങ്കിൽ, ഒരു കൊല്ലം മുമ്പ് 1 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇന്ന് ആ വിഗതി ഒരു കല്യാണം നടത്തുമ്പോൾ ചെലവാക്കേണ്ടത് 2.5 ലക്ഷം രൂപയാണ് എന്നുള്ള ഭരണസത്യം നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ AKCA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TK രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി P ഷാഹുൽ ഹമീദ്, ജില്ലാ പ്രസിഡന്റ് പ്രേംചന്ദ് വള്ളിൽ, സംസ്ഥാന സമിതി അംഗം K ബേബി, ജില്ലാ ജനറൽ സെക്രട്ടറി PVA ഹിഫ്സു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാറാട് അരയ സമാജം ഓഫീസ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജ്